ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ്സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBS GNM ആൻഡ് ANM കോഴ്സിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 28-ാം തീയതിയാണ് അടുത്ത സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ പോകണം. ഡയറക്റ്റ് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡയറക്റ്റ് പോകാതെയും നമുക്ക് പങ്കെടുക്കാം, അതിനെപ്പറ്റി പറയാം. അതിന് മുന്നോടിയായിട്ട് കൂടുതൽ പേരും ഡയറക്റ്റ് പോകുന്നതാണ് നല്ലത്. ഉള്ള സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ടാവുക. ഈ GNM ആൻഡ് ANMൻ്റെ ഏതൊക്കെ ഫെസിലിറ്റേഷൻ സെൻറ്റർ ആണ് എന്നതൊക്കെ ഓൾറെഡി വെബ്സൈറ്റിൽ പറഞ്ഞതാണ്. നമ്മൾ ഓൾറെഡി വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നിങ്ങളുടെ സെൻറ്റേഴ്സിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. ബോർഡ് അലോട്ട്മെൻറ്റിന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. നവംബർ 28-ാം തീയതി 10 മണിക്ക് രാവിലെ തന്നെ എത്താൻ ശ്രദ്ധിക്കുക. ഇവിടെ പോയതിനു ശേഷമാണ് ഒഴിവുള്ള ഓപ്ഷൻസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. കുട്ടികൾ അന്നേ ദിവസം തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കണം. 500 രൂപയാണ് ടോക്കൺ ഫീസ് വരുന്നത്. SC/ST കാറ്റഗറി സ്റ്റുഡൻസിന് 100 രൂപയും. അതുപോലെ തന്നെ 29-ാം തീയതി തന്നെ നിങ്ങൾ ഡയറക്റ്റ് പോയി കോളേജിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് പ്രവേശനം നേടേണ്ടതാണ്. അതിനുവേണ്ടി മറ്റൊരു സമയം നീട്ടിത്തരുന്നതല്ല. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് നഴ്സിംഗ് സ്കൂളിൽ ഇപ്പോൾ സർക്കാർ അനുവദിച്ച ഡിപ്ലോമ ഇൻ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൻ്റെ 20 സീറ്റുകളിലേക്ക് താൽപ്പര്യമുള്ളവർക്ക് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിലൂടെ പ്രവേശനം ലഭിക്കുന്നതാണ്. അതായത് 20-ൽ കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ വാക്കൻസി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുവരെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഇനി ഡയറക്റ്റ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കാണെങ്കിൽ ഓതറൈസേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഓരോ ജില്ലയിലെയും ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഇതിലൂടെ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഓതറൈസേഷൻ ഫോം എന്ന് പറയുന്നത്. ഇത് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാതെയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കോളേജിൽ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം, അലോട്ട്മെൻറ്റ് മെമ്മോ, ടോക്കൺ ഫീ റെസിപ്റ്റ്, SSLC ആൻഡ് +2 ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വിത്ത് 1 ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കണ്ടന്റ് സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫ്രം നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് സർജൻ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ബോണ്ട് സ്റ്റാമ്പ് പേപ്പർ ഓഫ് ₹200, കോപ്പി ഓഫ് ആധാർ, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവേണം പോകാനായിട്ട്. എന്തെങ്കിലും നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ അത് കോളേജിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക. അതിനുശേഷം ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെടുക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ.